ഹായ് മക്കളെ, നമുക്ക് ഈ ചോദ്യം എങ്ങനെയുണ്ടോ എന്ന് നോക്കാം അല്ലെ. ഇതാ നോക്കിയടാ, ഇത് ഇൻഡെഫിനിറ്റ് ഇന്റഗ്രലിൽ നിന്ന് വന്നിട്ടുള്ള ചോദ്യമാണ് അല്ലെ. ഇൻഡെഫിനിറ്റ് ഇന്റഗ്രൽ എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്നാണ് ഈ ചോദ്യം വന്നിട്ടുള്ളത്. ഇതിൽ തന്നെ നമ്മൾ സബ്സ്റ്റിറ്റ്യൂഷൻ അപ്ലൈ ചെയ്യേണ്ടി വരും. അതോടൊപ്പം തന്നെ നമ്മൾ പഠിച്ചിട്ടുള്ള ഒരു പ്രോപ്പർട്ടി, ഒരു ഇക്വേഷൻ നമ്മൾ യൂസ് ചെയ്യണം. ഇന്റഗ്രൽ ഓഫ് ഇ റൈസ് ടു എക്സ് ഇൻറ്റു എഫ് ഓഫ് എക്സ് പ്ലസ് എഫ് ഡാഷ് എക്സ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ഇ റൈസ് ടു എക്സ് എഫ് ഓഫ് എക്സ് പ്ലസ് സി എന്ന് പറയുന്ന ഈ ഒരു പ്രോപ്പർട്ടിയും കൂടി നമുക്ക് അപ്ലൈ ചെയ്യേണ്ടി വരുന്ന ടൈപ്പ് ഒരു ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് നോക്കാം ഇത് എങ്ങനെയാണ് സോൾവ് ചെയ്യുക. ആദ്യം തന്നെ നമ്മൾ ഇതിനെ ചെയ്യേണ്ട ഒരു കാര്യം, ഈ പറയുന്ന ലോഗ് ടിക്ക് നമുക്ക് എക്സ് എന്ന് വില കൊടുക്കാം. ലോഗ് ടിക്ക് നമുക്കിവിടെ എക്സ് എന്ന് വില കൊടുക്കാം. ലോഗ് ടിക്ക് എക്സ് എന്ന് വില കൊടുക്കുമ്പോൾ ടിയുടെ വില എന്തായിട്ട് മാറും? ഇ റൈസ് ടു എക്സ് ആവും. അങ്ങനെയാണെങ്കിൽ ഡി ടി എന്ന് പറയുമ്പോൾ അത് ഇ റൈസ് ടു എക്സ് ഇൻറ്റു ഡി എക്സ് എന്നാവും അല്ലെ. നമുക്കിവിടെ ഇന്റഗ്രൽ ഓഫ് 1 മൈനസ് സൈൻ എക്സ് ഡിവൈഡഡ് ബൈ 1 മൈനസ് കോസ് എക്സ്, ആ ലോഗ് ടി കിടക്കുന്നിടത്തെല്ലാം നമ്മൾ എക്സ് കൊടുത്തു, ഇൻറ്റു ഈ ഡി ടിയുടെ സ്ഥാനത്ത് നമുക്ക് ഇ റൈസ് ടു എക്സ് ഡി എക്സ് എന്ന് കൊടുത്താൽ കേട്ടോ, ഇത് ഞാൻ നേരത്തെ പറഞ്ഞ രൂപത്തിലുള്ള ഒരു ക്വസ്റ്റ്യനിലേക്ക് മാറും. ദാറ്റ് ഈസ് ഈക്വൽ ടു ഇന്റഗ്രൽ ഇ റൈസ് ടു എക്സ് കോമൺ ആയിട്ട് എടുക്കാം. 1ന്റെ വില അതേപോലെ കൊടുക്കുക, 1 മൈനസ് സൈൻ എക്സിന്റെ വിലയായിട്ട് നമുക്ക് 2 സൈൻ എക്സ് ബൈ 2 കോസ് എക്സ് ബൈ 2 എന്ന് മാറ്റാം, ഡിവൈഡഡ് ബൈ അതേപോലെ തന്നെ 1 മൈനസ് കോസ് എക്സ് നമുക്ക് 2 സൈൻ സ്ക്വയർ എക്സ് ബൈ 2 എന്ന വില കൊടുക്കാം, ഇൻറ്റു ഡി എക്സ് എന്ന് എടുക്കാം. സോ ദാറ്റ് ഈക്വൽ ടു ഇന്റഗ്രൽ ഓഫ് ഇ റൈസ് ടു എക്സ് ഇൻറ്റു, ഇതിനെ നമുക്ക് ഇങ്ങനെ രണ്ട് ടേം ആക്കാം, 1/2 സൈൻ സ്ക്വയർ എക്സ് ബൈ 2 മൈനസ് ഒരു 2ഉം 2ഉം ക്യാൻസൽ ആവും, ഒരു സൈനും ക്യാൻസൽ ആയാൽ പിന്നെ കിട്ടുക കോസ് എക്സ് ബൈ 2 ബൈ സൈൻ എക്സ് ബൈ 2 ഇൻറ്റു ഡി എക്സ് എന്നാണ്. മക്കളെ ഇതിനെ നമുക്ക് എങ്ങനെ മാറ്റാൻ നോക്കി? ഇന്റഗ്രൽ ഓഫ് ഇ റൈസ് ടു എക്സ് ഇൻറ്റു 1/2 കൊസീക്ക് സ്ക്വയർ എക്സ് ബൈ 2 മൈനസ് ഇതാണെങ്കിലോ കോട്ട് എക്സ് ബൈ 2 എന്ന് മാറും. ഇത് പ്ലസ് കൊടുത്തോ ആ മൈനസ് ഇങ്ങോട്ട് മാറ്റിയാൽ മതി, ഇൻറ്റു ഡി എക്സ്. അങ്ങനെയാണെങ്കിൽ ഈ തന്നിരിക്കുന്ന കണ്ടീഷൻ ഇന്റഗ്രൽ ഓഫ് ഇ റൈസ് ടു എക്സ് ഇൻറ്റു ഇത് എഫ് ഡാഷ് എക്സ് പ്ലസ് ഇത് എഫ് ഓഫ് എക്സ് അല്ലേ, എഫ് ഓഫ് എക്സ് ഡി എക്സ് എന്നാണ്. മൈനസ് കോട്ട് എക്സ് ബൈ 2ന്റെ ഡിഫറൻസിയേഷൻ എടുത്താൽ ആ മൈനസ് അങ്ങ് പോയിട്ട് കൊസീക് സ്ക്വയർ എക്സ് ബൈ 2 എന്ന് കിട്ടും. പിന്നെ എക്സ് ബൈ 2ന്റെ ഇന്റഗ്രേഷൻ എന്തും മാറും, 1/2 ആവും. അപ്പൊ ഇത് എഫ് ആണെങ്കിൽ ഇത് എഫ് ഡാഷ് ആണെന്ന് ഓർക്കുക. അപ്പൊ ഇതിന്റെ ആൻസർ എന്തായിട്ട് മാറും? ദാറ്റ് ഈക്വൽ ടു, ഇതിന്റെ ആൻസർ വരിക ദാറ്റ് ഈക്വൽ ടു നമുക്ക് കിട്ടുന്നത് ഇ റൈസ് ടു എക്സ് ഇൻറ്റു, ശ്രദ്ധിക്കുക, ഇ റൈസ് ടു എക്സ് ഇൻറ്റു എഫ് ഓഫ് എക്സ് പ്ലസ് സി. എഫ് ഓഫ് എക്സ് എന്ന് പറയുമ്പോൾ മൈനസ് കോട്ട് എക്സ് ബൈ 2 പ്ലസ് സി എന്നാണ് വരിക. പക്ഷേ എക്സിന്റെ വില തിരിച്ചു കൊടുക്കണ്ടേ? മൈനസ് ഇ റൈസ് ടു ലോഗ് ടി ഇൻറ്റു കോട്ട് ലോഗ് ടി ഡിവൈഡഡ് ബൈ 2 പ്ലസ് സി എന്നാണ് വാല്യൂ വരിക. നമുക്കറിയാം ഇ റൈസ് ടു ലോഗ് എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ അതിന്റെ വില എഫ് ഓഫ് എക്സ് ആകുന്നത് കൊണ്ട് മൈനസ് ഇ റൈസ് ടു ലോഗ് ടി മൈനസ് ടി ആകും, ഇൻറ്റു കോട്ട് ലോഗ് ടി ഡിവൈഡഡ് ബൈ 2 പ്ലസ് സി എന്ന് വരും. ഇനി സിയുടെ വില കണ്ടുപിടിക്കണം മക്കളെ. സിയുടെ വില കണ്ടുപിടിക്കാൻ വേണ്ടി നമുക്ക് ഒരു കണ്ടീഷൻ തന്നിട്ടുണ്ട് കണ്ടോ. ആ കണ്ടീഷൻ അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് നമുക്ക് സിയുടെ വിലയും കൂടെ ഫൈൻഡ് ഔട്ട് ചെയ്യാം. അപ്പൊ നമ്മൾ ഇവിടെ എടുക്കുന്നു എഫ് ഓഫ് ഇ റൈസ് ടു പൈ ബൈ 2, എക്സിന് ഇ റൈസ് ടു പൈ ബൈ 2 കൊടുത്താൽ വൈക്ക് മൈനസ് പൈ ബൈ 2 എന്ന് കിട്ടും. അപ്പൊ ഇതിന്റെ വില എല്ലാം വൈ ഈക്വൽ ടു എന്നല്ലേ, ഇതെല്ലാം വൈ ഈക്വൽ ടു എന്നാണ്. അപ്പൊ വൈക്ക് വില കൊടുക്കാം. വൈയുടെ വിലയായിട്ട് വരുന്നത് മൈനസ് ഇ റൈസ് ടു പൈ ബൈ 2 ആണ്. ദാറ്റ് ഈക്വൽ ടു മൈനസ് ടിയുടെ വില ഇ റൈസ് ടു പൈ ബൈ 2 കൊടുക്കുമ്പോൾ കോട്ട് ലോഗ് ഇ റൈസ് ടു പൈ ബൈ 2 ഡിവൈഡഡ് ബൈ 2 പ്ലസ് സി എന്നാണ്. എന്ന് പറഞ്ഞാൽ മൈനസ് ഇ റൈസ് ടു പൈ ബൈ 2 ഈക്വൽ ടു മൈനസ് ഇ റൈസ് ടു പൈ ബൈ 2 കോട്ട്
കോട്ട് ഈ ലോഗ് ഇ റൈസ് ടു പൈ ബൈ ടു അങ്ങ് പൈ ബൈ ടു ആവൂലേ, പൈ ബൈ ടു ബൈ ടു അങ്ങ് പൈ ബൈ 4 ആകും, പൈ ബൈ 4 പ്ലസ് സി എന്ന് പറഞ്ഞാൽ മൈനസ് ഇ റൈസ് ടു പൈ ബൈ ടു ഈക്വൽ ടു മൈനസ് ഇ റൈസ് ടു പൈ ബൈ ടു പ്ലസ് സി. ഇത് രണ്ടും ക്യാൻസൽ ആയി പോവും. സോ സിയുടെ വില നമുക്ക് 0 എന്ന് കിട്ടും. സിയുടെ വില 0 കിട്ടിക്കഴിഞ്ഞാൽ y എന്ന് പറയുന്ന ഇക്വേഷൻ, y എന്ന് പറയുന്ന ഫംഗ്ഷൻ എങ്ങനെ മാറൂടാ, y ഈക്വൽ ടു നമുക്ക് എഴുതാം മൈനസ് ടി കോട്ട് ലോഗ് ടി ബൈ ടു, കോട്ട് ലോഗ് ടി ഡിവൈഡഡ് ബൈ 2 എന്ന് മാത്രമാവും. സിയുടെ വില എങ്ങ് 0 ആയിപ്പോവും. ഈ തന്നിരിക്കുന്ന ഇക്വേഷനകത്തേക്ക് വില അപ്ലൈ ചെയ്താൽ ആ സിയുടെ വില 0 ആയിപ്പോവും. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താ, ഇ റൈസ് ടു പൈ ബൈ 4 എക്സിന് കൊടുത്താൽ വൈയുടെ വില ആൽഫ ഇ റൈസ് ടു പൈ ബൈ 4 കിട്ടും. അപ്പൊ വൈയുടെ വില ആൽഫ ഇ റൈസ് ടു പൈ ബൈ 4 എന്ന് കിട്ടും. ഈ ടിയുടെ വിലയായിട്ട് ആരെ കൊടുത്താൽ, ഇ റൈസ് ടു പൈ ബൈ 4 കൊടുത്താൽ, അല്ലെ, ഇ റൈസ് ടു പൈ ബൈ 4 കൊടുത്താൽ. അപ്പൊ കോട്ട് ലോഗ് ഇ റൈസ് ടു പൈ ബൈ 4 എന്ന് പറയുമ്പോൾ അത് പൈ ബൈ 4 ബൈ 2 ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു ഇത് രണ്ടും ക്യാൻസൽ ആയി പോകും. അപ്പൊ ആൽഫയുടെ വില മൈനസ് കോട്ട് പൈ ബൈ 8 ആവും. കണ്ടോ, അപ്പൊ ആൽഫ ഈസ് ഈക്വൽ ടു മൈനസ് ഓഫ് √2 പ്ലസ് 1 ആണ്. കോട്ട് പൈ ബൈ 8ന്റെ വില, കോട്ട് പൈ ബൈ 8ന്റെ വില √2 പ്ലസ് 1 ആണ്, മറക്കണ്ട. അപ്പൊ ആൽഫയുടെ വില മൈനസ് √2 മൈനസ് 1 എന്ന് കിട്ടും. മൈനസ് √2 മൈനസ് 1 ഓപ്ഷൻ എ ആയിരിക്കും കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. റെഡി.